മിസ്റ്റർ, ജസ്റ്റ് എ മിനിറ്റ്. യെസ്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. അവൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. And still you continue the affair? With her permission. You dog! Are you calling yourself? സൂര്യാസ്തമനം ഇവിടെ നിന്ന് കാണുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. ഈ സ്ഥലത്തിന്റെ പേർ ദാമൻ. സമുദ്രനിരപ്പിൽ നിന്നും 7620 അടി നമ്മൾ മുകളിലാണ്. വല്ലാത്ത കുളിര്. ഹിമാലയത്തിലെ ഉയർന്ന കൊടുമുടികളാണ് ആ കാണുന്നതൊക്കെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആ കാണുന്നതാണ്. എന്താ നേപ്പാളിലേക്ക് ഒറ്റയ്ക്ക് തിരിച്ചത്? ഫ്രണ്ട്സിന് ആരെങ്കിലും കൂടെ കൂട്ടാമായിരുന്നില്ലേ? എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. നല്ലൊരു ഫ്രണ്ട് ഉണ്ടാവുക ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ കാര്യത്തിൽ ഞാനും ചന്ദ്രനും ഭാഗ്യവാന്മാരാണ്. കിഷോറിനെ പോലൊരു സുഹൃത്തിനെ കിട്ടാൻ തപസ് ചെയ്യണം. ഇത്രയും ഹൃദയവിശാലതയുള്ളൊരു മനുഷ്യനെ കാണാൻ വിഷമമാണ്. ദീപ്തി അടുത്ത് പരിചയപ്പെട്ടു നോക്കണം. തന്നെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഹൃദയം പോലും പറിച്ചു കൊടുക്കാൻ മനസ്ഥിതിയുള്ളവനാണ് കിഷോർ. വിനോദ് ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലും കിഷോറിനെ പ്രശംസിക്കുന്നതിൽ വന്ന് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു. ആയിരത്തോളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. മനസ്സറിഞ്ഞ് എന്ത് പ്രാർത്ഥിച്ചാലും അത് സഫലമാവുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. എങ്കിൽ ഞാനും പ്രാർത്ഥിക്കട്ടെ, എന്റെ അനിയനെ എനിക്ക് കാണിച്ചു തരാൻ. വരൂ, പോവാം. Excuse me. ഞാനൊന്ന് ചോദിച്ചോട്ടെ? പ്രേമാനന്ദല്ലേ? അതെ. നാടേതാ? കാലിക്കറ്റ്. കാലിക്കറ്റിൽ നടക്കാവ്. ഈശ്വര, നടക്കാവോ? പേര്? കളിയാക്കുകയാണ്. അല്ല, നിങ്ങളുടെ ഒറിജിനൽ പേര്? നല്ല ഓർമ്മയില്ല. രാജു? രാജു, നിങ്ങൾക്കൊരു ചേച്ചി ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടോ? ഒന്നു. ബാക്കി എവിടെ പോയി? ഇനി 6 ചേച്ചിമാരുണ്ട്. ലക്ഷ്മി ചേച്ചി, പൊന്നമ്മ ചേച്ചി, മീന ചേച്ചി, ലളിത ചേച്ചി, രാജ ചേച്ചി, അമ്പിയ ചേച്ചി. നിങ്ങളുടെ കൂട്ടത്തിൽ രാജുവിന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഐ എം സോറി ഫോർ ദ ട്രബിൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്.
വിനു, എന്നെ കുറിച്ച് ദീപ്തിയുടെ അഭിപ്രായം എന്താ? നിന്നെപ്പറ്റി ഞാൻ സംസാരിക്കുന്നതെല്ലാം അവൾ രസിച്ച് കേൾക്കാറുണ്ട്. എന്നെ പറ്റി എന്താ അഭിപ്രായം? നിന്നെ എന്നെ പറ്റി ഞാൻ സംസാരിക്കാറില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. വിനു, ദീപ്തി അവളുടെ അനിയനെ കണ്ടുമുട്ടിയ ചിലപ്പോൾ മടങ്ങിപ്പോയെന്ന് വരും. അതിനു മുമ്പ് അവളുടെ മുമ്പ് എന്റെ മനസ്സ് തുറന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ എന്റെ അഭിപ്രായം? ദാറ്റ്സ് ഗുഡ്. നീ എന്ത് പറയുന്നു? നാളെ തന്നെ സംസാരിക്കണം. ബെസ്റ്റ് ഓഫ് ലക്ക്. പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം. പെട്രോൾ അടിച്ചിട്ട് ഉടനെ വന്നേക്കാം. ഓക്കെ? ഓക്കെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിട്ട് വരാം. ഓക്കെ. Please sit down. താങ്ക് യു. വലിയൊരു കുക്കായിട്ട് ഒരു ദിവസം പോലും ഭക്ഷണത്തിന് എന്നെ ക്ഷണിച്ചില്ല. ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. ഇന്ന് രാത്രി ഭക്ഷണം അവിടെ ആകാം. ഓ താങ്ക് യു. നേപ്പാൾ ദീപ്തിക്ക് ഇഷ്ടപ്പെട്ടോ? പെർമനന്റായി ഇവിടെ സെറ്റിൽ ചെയ്യാൻ ദീപ്തിക്ക് ഇഷ്ടമായിരിക്കോ? അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒന്ന് ചിന്തിച്ചൂടെ? എന്തിന്? മനസ്സിൽ അറിയാതൊരു മോഹം വന്നുപോയി. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ആരോടും തോന്നാത്തൊരടുപ്പം എയർപോർട്ടിൽ വെച്ച് കണ്ട നിമിഷം മുതൽ എനിക്ക് ദീപ്തിയോട് തോന്നിപ്പോയി. ഞാൻ ധനികനല്ല. എന്റെ ധനം എന്റെ മനസ്സ് മാത്രമാണ്. നിറയെ സ്നേഹം തരാൻ എനിക്ക് സാധിക്കും. ദീപ്തിയെ ഞാൻ സ്നേഹിക്കുന്നു. ഐ എം സോറി. ഇത് ഞാൻ പ്രതീക്ഷിച്ചല്ല. ഞാൻ വേദനിപ്പിക്കുന്നുവെങ്കിൽ എനിക്ക് മാപ്പ് തരൂ. കിഷോർ ആഗ്രഹിക്കുന്ന സ്നേഹബന്ധം എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. കിഷോർ എവിടെ? കിഷോർ പോയി. എങ്ങോട്ട്? അറിയില്ല. ഇന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എനിക്ക് നല്ല സുഖമില്ല. നീ മഹാമടിയനാ. പോ. യഥാർത്ഥ പേര് അനിലൻ തന്നെയാണോ? മറുപടി പറയാനേ. അനിൽ പ്ലീസ്, ആർ യു നോട്ട് ലിസൺ ടു മീ? പ്ലീസ്, ആർ യു നോട്ട് ലിസൺ ടു മീ? പറയൂ. ഐ എം ദീപ്തി. എന്തിന് അനിലിനെ ഉപദ്രവിക്കണം? പോണം. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് us. അനിൽ, അയ്യോ
പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നോ. ഇവൻ ആരുടെ ഇവൻ മജിനോ മൊന്ത വെച്ച എപ്പുണ്ടോ ഒന്നും മിണ്ടായിരിക്കത്തില്ല. എങ്ങനെ ഉണ്ടായിരിക്കുന്നത്? കിഷോർ ഇസ് എ ലവ്, ഷീസ് എ നോ ലവ്. അതായത് ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? ഓ അതെ മനസ്സിലായി. ഒന്ന് നിർത്തിയാ മതി. ദാ, നീ ഇത്ര വിഷമിക്കാനുള്ള കാര്യമൊന്നുമില്ല. ദീപ്തി വന്നിരിക്കുന്നത് അവളുടെ അനിയനെ തേടിയാണ്. അതിനിടയ്ക്ക് നിന്നെ കുറിച്ച് ആലോചിക്കാനുള്ള സമയം പോലും അവൾ കിട്ടിക്കാണില്ല. എന്നാന്ന് പറഞ്ഞാ പറയാ. ആടന്മാരെല്ലാം പ്രേമിക്കാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. നീ എന്റെ വല്ല വാങ്ങി കേട്ടോ. പെട്ടെന്ന് കയറി നീ അവളെ പ്രേമിക്കുന്നു പറഞ്ഞപ്പോ അവൾ അപ്സെറ്റ് ആയി കാണും. അവള് തന്നെ മനസ്സ് മാറി നിന്റെ പുറകെ വരും. വരുവാടാ. വന്നില്ലെങ്കിൽ നമുക്ക് വരുത്താടാ. ആ കാര്യം ഞാൻ എന്റെ മനസ്സിന്റെ താളം ആകെ തെറ്റിയിരിക്കുകയാണ്. ഡ്രം അടിക്കുമ്പോൾ താളം തെറ്റിക്കണ്ട, അവരെ പിടിച്ച് വെളിയിൽ തള്ളും. ഒന്നും മിണ്ടാതിരിക്കന്തരാ. ദീപ്തിയെ ഒരു നോക്ക് കാണാൻ മനസ്സ് കിടന്ന് പെടയുന്നു. ഇത് ഇത്ര വലിയ കാര്യമാണ്. നേരെ അവള് താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവുക, കാണുക, സംസാരിക്കുക, തീർന്നു. അത് വേണ്ട വിനോദ്, ഒരു കാര്യം ചെയ്യ്. ദീപ്തിയെ ഡിസ്കോ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഒരു പുതിയ മാതൃകയുള്ള പരിപാടി ഞങ്ങൾ അരങ്ങേറുന്നുണ്ട്. എന്ത് പരിപാടി? ഒരേ സമയത്ത് 2 ഗ്രൂപ്പുകൾ വെവ്വേറെ ഗാനങ്ങൾ പാടുന്നു. രാഗങ്ങൾ വ്യത്യാസപ്പെട്ടതാണ്, പക്ഷെ താളമുണ്ട്. സംഗീത സംവിധാനത്തിൽ ഒരു പുതിയ പരീക്ഷണമാണിത്. എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞാൽ മനസ്സിലാവില്ല, വന്ന് കേക്ക്. തെന്നിന്ത്യയിൽ നിന്ന് വന്ന ഒരു സുപ്രസിദ്ധ നർത്തകി ഫ്ലോർ നൃത്തവും ചെയ്യുന്നുണ്ട്. അല്ല, കല്യാണം കഴിഞ്ഞാ നീ ഞങ്ങൾ ഇവിടുന്ന് അടിച്ചിറക്കുവോ? പോടാ. അല്ല, അവരിവിടെ വന്നാ നമ്മൾ ഒന്നിച്ച് ഈ കാട്ടിൽ എങ്ങനെ കിടക്കും ആലോചിക്കുന്നത്. ഇവിടുന്ന് ഒരു കാട്ടിലെടുത്ത് അവിടെ ഇടും. ആ, നടുക്കൊരു മറ. നിങ്ങൾ അവിടെ കിടക്കും, ഞങ്ങൾ ഇവിടെ. എന്താ ചിരിക്കുന്നത്? അത് തുണീന്റെ മറ ആണെങ്കിലോ ആലോചിച്ചിരിക്കുവോ? നിങ്ങളെ എനിക്ക് അറിയത്തില്ലടാ വെറുതെ. മരം കൊണ്ടുള്ളൊരു തട്ടി ഉണ്ടാക്കും. പ്ലാൻ കൈയിരിക്കട്ടെ. ആ. ഒന്ന് എഴുന്നേറ്റ് പോയി കുളിക്കണ കഴിവേറി. നാടായ നാട് മുഴുവൻ തെണ്ടി വേർത്ത് കുളിച്ചു വന്നിട്ട് കട്ടിൽ കയറി കിടക്കുന്നു. ഒന്ന് എഴുന്നേറ്റ് പോടാ. എന്താടാ, എന്ത് പറ്റി? തലവേദന. വെയിൽ കൊണ്ടിട്ടാവും. ഞാൻ പോയി ചൂടായിട്ട് കാപ്പി കൊണ്ടട്ടെ. വേണ്ട. എന്താ കരയുന്നത്? വേദന സഹിക്കോയ്യ. ഡോക്ടറെ വിളിക്കണോ മോനെ? വേണ്ട. നിൽക്കൂ, ഒന്ന് ചോദിച്ചോട്ടെ? എന്തു വേണം? 2 തവണ സംസാരിക്കാൻ ശ്രമിച്ചു, എനിക്ക് അവസരം തന്നില്ല. എനിക്ക് ചിലത് അറിയാനുണ്ട്. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ലേ? പറയൂ, പറയൂ. നീ രാജു അല്ലേ? നിങ്ങൾക്ക് ഭ്രാന്താണ്. രാജു, നീ എന്റെ രാജു ആണെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. നിന്നെ ഒരു ഭ്രാന്ത വലയത്തിലാക്കിയിരിക്കുകയാണ്. ആ വലയത്തിൽ നിന്നും വെളിയിൽ വരാനുള്ള മടിയാണ് നിന്നെ കൊണ്ട് ഒളിച്ചുകളി നടത്തിക്കുന്നത്. സത്യം പറയൂ, നീ രാജു അല്ലേ? നീ രാജു അല്ലേ? അനാവശ്യം പറയൂ. കേൾക്കൂ, സത്യം പറ. സത്യം പറയാൻ വരെ നിന്നെ ഞാൻ വിടൂല്ല. നീ രാജു അല്ലേ? നീ എന്റെ രാജു തന്നെയാണ്. പിന്നെ അനു, എന്താ? Nothing. Nothing. Nothing at all. വിനു,
എഴുന്നേൽക്കണ്ട, കിടന്നോളൂ. വേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. കൂട്ടുകാരൊക്കെ എവിടെ പോയി? പുറത്തുപോയി. ഭക്ഷണം വല്ലതും കഴിച്ചോ? കഴിച്ചു. ഞാൻ വരുന്നതുവരെ ഇനി അനിലിനെ കാണാൻ പോകരുത്. ഇല്ല. പ്രോമിസ്? പ്രോമിസ്. എനിക്ക് വേണമെന്ന് തോന്നിയപ്പോ